Hello everyone, welcome back to Eptics Academy. So, ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടംപററി ഇന്ത്യ ആൻഡ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേപ്പറാണ്. സോ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത് യൂണിറ്റ് 1ൻ്റെ ഒരു എക്സ്പ്ലനേറ്ററി വീഡിയോ ആണ്. സോ യൂണിറ്റ് 1ൻ്റെ ഒരു ഇൻട്രൊഡക്ടറി വീഡിയോ നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. അതിൽ നമ്മൾ മെയിനായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങളാണ് ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അതിൽ പെടാത്ത കുറച്ച് കോണ്ടൻറ്റും കാര്യങ്ങളുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ യൂണിറ്റ് 1 എഡ്യൂക്കേഷൻ ഇൻ കണ്ടംപററി ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂഷണൽ കോണ്ടെക്സ്റ്റ് ആണ് ഇപ്പോൾ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ പ്ലീസ് ടേക്ക് എ റഫ് ബുക്ക്, അതിനകത്ത് പോയിൻറ്റ്സ് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, സോ ഇതിൽ ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് സെക്കൻഡ് പോയിൻ്റ് കണ്ടോ, മീനിങ് ആൻഡ് ഡെഫിനിഷൻ ആൻഡ് നേച്ചർ ഓഫ് എഡ്യൂക്കേഷൻ. അതാണ് ഫസ്റ്റ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇവിടെ നോക്കുക, ആദ്യം നമുക്ക് നാരോ മീനിങ് ഓഫ് എഡ്യൂക്കേഷൻ, ബ്രോഡർ മീനിങ് ഓഫ് എഡ്യൂക്കേഷൻ, മീനിങ് ഓഫ് എഡ്യൂക്കേഷൻ. നാരോ മീനിങ് ഓഫ് എഡ്യൂക്കേഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ നാരോ മീനിങ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഒരു ഡിഗ്രീസിൻ്റെ ബേസിൽ ദ എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ ദീസ് കോണ്ടെക്ട്സ് ആർ മെഷേർഡ് ഇൻ ടേംസ് ഓഫ് ഡിഗ്രി, സർട്ടിഫിക്കേഷൻസ് ഓഫ് പ്രൊമോഷൻസ്. അതായത് ഒരു കുട്ടീനെ സ്കൂളിൽ ചേർത്തിട്ട് ആ സ്കൂളിങ് കഴിഞ്ഞ് അവർ കോളേജിലൊക്കെ പഠിച്ച് അവിടെ നിന്ന് പുറത്തിറങ്ങുന്ന സമയം വരെ, അതായത് സ്കൂളിലേക്ക് ചേർത്തി സ്കൂളിൽ പഠിക്കാൻ തുടങ്ങുന്ന പ്രീ പ്രൈമറി ബ്രാൻഡ്, ഇപ്പോൾ LKG ആണെന്നുണ്ടെങ്കിൽ ആ തൊട്ട് ഇപ്പോൾ ഡിഗ്രി ആണ്, PG ആണ്, അല്ലെങ്കിൽ B.ed ആണ്, എന്താണ് കംപ്ലീറ്റ് ചെയ്യുന്നത്, ആ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് പുറത്ത് വരുന്ന ആ ഒരു സമയം, സ്കൂളോ കോളേജോ യൂണിവേഴ്സിറ്റിന്നോ പുറത്ത് വരുന്ന അത്രയും സമയമുണ്ടല്ലോ, ആ ഒരു ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷൻ, ഇതാണ് എഡ്യൂക്കേഷൻ എന്ന് വിശ്വസിക്കുന്നതാണ് നാരോ മീനിങ് ഓഫ് എഡ്യൂക്കേഷൻ. ഓക്കെ, എഡ്യൂക്കേഷൻ സ്റ്റാർട്ട്സ് വെൻ ദ ചൈൽഡ് എൻ്റർ ഇൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് അത് എൻഡ് ചെയ്യുന്നത് എപ്പോഴാണ്, ആ ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷന് ലീവ് ചെയ്യുന്ന സമയത്ത്. ഇതാണ് നാരോ മീനിങ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ബ്രോഡർ മീനിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇതൊരു വൈഡർ സെൻസിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലാസ് റൂമിലോ സ്കൂളിലോ ലിമിറ്റഡ് അല്ല. ഇതൊരു ലൈഫ് ലോങ് പ്രോസസ്സാണ്. ഇവിടെ നമ്മുടെ എക്സ്പീരിയൻസസ്, നോളജ്, വിസ്ഡം ഇതെല്ലാം ഓരോ പ്രായത്തിലും ഓരോ സ്റ്റേജസിലും ഓരോ ആളുകൾ അക്വയർ ചെയ്യും. അത് ഫോർമലി ആവാം, ഇൻഫോർമലി ആവാം, ഇൻസിഡൻ്റലി ആവാം, അങ്ങനെ പല രീതിയിലും ആകാം. ഇതിനെയാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതാണ് ബ്രോഡർ മീനിങ് ഓഫ് എഡ്യൂക്കേഷനിൽ പറയുന്നത്. അപ്പോൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ്സാണ് ത്രൂ വിച്ച് ചൈൽഡ് ഓർ ആൻ അഡൽട്ട് അക്വയർസ് ഒരു നോളജ്, എക്സ്പീരിയൻസ്, സ്കില്ല് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കുന്നതിനെയാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതെന്നാണ് ഇവിടെ ബ്രോഡർ മീനിങ്ങിൽ പറയുന്നത്. അപ്പോൾ ഒരു കുട്ടി ജനിച്ച ഉടനെ ബിഗിൻസ് അറ്റ് ദ ബർത്ത് ആൻഡ് കണ്ടിന്യൂസ് ത്രൂ ഔട്ട് ലൈഫ്. നമ്മൾ എന്താണോ മരിക്കുന്നത് അത്രയും കാലം നമ്മൾ പഠിക്കുന്ന ഓരോ കാര്യങ്ങളും എഡ്യൂക്കേഷൻ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ലൈഫാണ്, ലൈഫ് തന്നെയാണ് എഡ്യൂക്കേഷൻ എന്നാണ് പറയുന്നത്. എഡ്വേർഡ് എലാബറേറ്റഡ് ദാറ്റ് പോയിന്റ് ആൻഡ് സെഡ് എഡ്യൂക്കേഷൻ ഇസ് ദ ട്രാൻസ്മിഷൻ ഓഫ് ലൈഫ് ബൈ ദ ലിവിങ് ടു ദ ലിവിങ്. അപ്പോൾ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫിൻ്റെ ട്രാൻസ്മിഷനാണ്, എവിടെ നോട്ട്, ബൈ ദ ലിവിങ് ടു ദ ലിവിങ്. ഇതാണ് ആര് പറഞ്ഞിട്ടുള്ളത്, എഡ്വേർഡ്. അപ്പോൾ ഇതാണ് ബ്രോഡർ മീനിങ്ങിൽ. അപ്പോൾ നാരോ മീനിങ്ങിൽ ക്ലാസ് റൂം ഓറിയൻറ്റഡ് ആണെങ്കിൽ, ബ്രോഡറിൽ നമ്മൾ പഠിക്കുന്ന ഏതൊരു കാര്യവും എന്താണ്, എഡ്യൂക്കേഷൻ്റെ ഭാഗമാണെന്നാണ് പറയുന്നത്. ഇനി ഇതിൻ്റെ മറ്റ് കാര്യങ്ങൾ നോക്കാം. മീനിങ് ഓഫ് എഡ്യൂക്കേഷനിൽ 3 പോയിൻറ്റ്സ് പറയുന്നുണ്ട്. എഡ്യൂക്കേഷൻ ഇൻ ആൻഷ്യൻ ഇന്ത്യ, എഡ്യൂക്കേഷൻസ് എറ്റിമോളജിക്കൽ മീനിങ് ഓഫ് എഡ്യൂക്കേഷൻ. രണ്ടും ബിയും സിയും ഏതാണ്ട് സിമിലർ ആണ്. നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നോക്കിക്കേ, ഒന്നാമത്തേതാണ് എഡ്യൂക്കേഷൻ ഇൻ ഏൻഷ്യൻ ഇന്ത്യ. ഏൻഷ്യൻ ഇന്ത്യയിൽ എഡ്യൂക്കേഷൻ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. നമുക്ക് ഇന്ത്യയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു റിച്ച് ട്രഡീഷൻ ഓഫ് എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ സിവിലൈസേഷൻ തൊട്ട്, ഹ്യൂമൻ സിവിലൈസേഷൻ തൊട്ട് ഒരു റിച്ച് ട്രഡീഷൻ ഓഫ് എഡ്യൂക്കേഷൻ ഉണ്ട്. അത് ഗുരുകുലാസിൽ നിന്നാവാം, ഗുരു ശിഷ്യ പരമ്പരയിൽ നിന്നാവാം, അതായത് ടീച്ചർ ഡിസൈപ്പിൾ ട്രഡീഷനിൽ നിന്നാവാം. ഇത് തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് അഗോ ഡെവലപ്പ് ചെയ്തിട്ടുള്ള സംഭവമായിരുന്നു. സാൻസ്ക്രിറ്റിൽ 2 പ്രൊമിനൻറ്റ് വേർഡ്സ് ആണ് ഈ ഒരു ടേം എഡ്യൂക്കേഷൻ എന്നുള്ളതിനെ പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഒന്നെന്താണ്, ശിക്ഷ, ആൻഡ് അടുത്തത് വിദ്യ. ഇവിടെ എഡ്യൂക്കേഷൻ്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടീനെ നല്ല കാര്യങ്ങൾ പഠിക്കാൻ ഒരു കുട്ടിക്ക് കൊടുക്കുന്ന ട്രെയിനിങ്, അതായത് ലേണിംഗ് പ്രോസസ്സിന് കൊടുക്കുന്ന ട്രെയിനിങ്ങിനെയാണ് എഡ്യൂക്കേഷൻ എന്നാണ് പറയുന്നത്. ഇതിലൂടെ അവർക്ക് അക്വയർ ചെയ്യുന്ന നോളജിനെയാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടേം കൂടുതലായിട്ട് സ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, അസോസിയേറ്റഡ് വിത്ത് മെൻ്റൽ, അതായത് ഒരു കുട്ടിക്ക് ഫിസിക്കലി കിട്ടുന്നതും അതുപോലെ തന്നെ മെൻ്റലി കിട്ടുന്നതും ട്രെയിനിങ്, യങ് ആയിരിക്കുന്ന സമയത്ത് തന്നെ കിട്ടുന്ന ഈ ഒരു ട്രെയിനിങ് ആണ് ഇതുമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ എഡ്യൂക്കേഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഒരു ഗ്രോയിങ് സൊസൈറ്റിയിൽ ഒരു ഗ്രോയിങ് മാനിന് കിട്ടുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ എക്സ്പീരിയൻസും കാര്യങ്ങളും നോളജൊക്കെയാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഈ കോൺസെപ്റ്റ് അതുകൊണ്ട് തന്നെ ക്യാൻ നെവർ ബി സ്റ്റാറ്റിക്. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു മൂവ്മെൻറ്റ് ഇല്ലാത്തത്, നിലയ്ക്കുന്നത് എന്നാണല്ലേ, ഒരു പെർമനൻറ്റ് പോയിൻ്റ് ഉള്ളത്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റൊക്കെ എഡ്യൂക്കേഷൻ എന്നുള്ളത് ഒരിക്കലും സ്റ്റാറ്റിക് അല്ല. ഇറ്റ് മസ്റ്റ് കണ്ടിന്യൂസ്ലി ഗ്രോ ആൻഡ് ചേഞ്ച്. അത് ഗ്രോ ചെയ്യുന്നുണ്ട്, ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇനി എറ്റിമോളജിക്കൽ മീനിങ് ആണ് പറയുന്നത്. എറ്റിമോളജി എന്ന് പറഞ്ഞാൽ എന്താണ്, ആ വേർഡ്
എങ്ങനെ വന്നു, എവിടെ നിന്നാണ് അതിൻ്റെ ഒരു വരവ്, അങ്ങനെയുള്ള ആ ഒരു വേർഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒറിജിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ദ വേർഡ് എഡ്യൂക്കേഷൻ ഹാസ് ബീൻ ഡെറൈവ്ഡ് ഫ്രം ലാറ്റിൻ വേർഡ്സ്. നമുക്കറിയാം ഇംഗ്ലീഷിൽ തന്നെ ഒരുപാട് വേർഡ്സ് വന്നിട്ടുള്ളത് മറ്റ് ഭാഷകളിൽ നിന്നാണ്. അപ്പോൾ ലാറ്റിനിൽ നിന്നാണ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ വേർഡ് വരുന്നത്. എഡ്യൂക്കെയർ വിച്ച് മീൻസ് ടു ബ്രിങ് ഔട്ട് ഓർ ടു നറിഷ്, എന്താണ് പുറത്തേക്ക് കൊണ്ടുവരിക അല്ലെങ്കിൽ നറിഷ് ചെയ്യുക എന്നുള്ളതാണ് എഡ്യൂക്കെയറിൻ്റെ അർത്ഥം. എഡ്യൂക്കെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? വിച്ച് മീൻസ് അല്ലെങ്കിൽ എഡ്യൂസിയർ എന്നും നിങ്ങൾക്ക് പറയാം കേട്ടോ. പ്രൊനൗൺസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി ചെയ്യുക. നിങ്ങൾക്ക് എഴുതാൻ എങ്ങനെയാണോ എളുപ്പം അതുപോലെ പ്രൊനൗൺസ് ചെയ്ത് മനസ്സിൽ പഠിക്കുക. ഓക്കെ. വിച്ച് മീൻസ് ടു ലീഡ് ഔട്ട് ഓർ ടു ഡ്രോ ഔട്ട്, നയിക്കുക, ടു ഡ്രോ ഔട്ട്, അതിൽ നിന്ന് നേടുക എന്നൊക്കെ പറയുന്നതാണ് അതിൻ്റെ അർത്ഥം. എഡ്യൂക്കേറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ട് ഓഫ് ടീച്ചിങ് അല്ലെങ്കിൽ ട്രെയിനിങ്, പഠിപ്പിക്കുക, അതിനാണ് ട്രെയിനിങ്ങിനൊക്കെയാണ് എഡ്യൂക്കേറ്റം എന്ന് പറയുന്നത്. എഡ്യൂക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ടു ബ്രിങ് അപ്പ്, റെയർ, എഡ്യൂക്കേറ്റ് എന്നുള്ളത് തന്നെയാണ്. എഡ്യൂക്കേഷ്യോ എന്ന് പറഞ്ഞാൽ ബ്രിങ്ങിങ് അപ്പ്, റെയറിങ്, ഒരു ടൈപ്പ് ഓഫ് എന്താണ്, കാറ്റിലേക്കാണ് നമ്മൾ റെയർ ചെയ്തെടുക്കുക, അതുപോലെ ബ്രീഡ് ചെയ്യുക, റെയർ ചെയ്യുക എന്നൊക്കെയാണ് എഡ്യൂക്കേഷ്യോ എന്നുള്ളതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ ഗ്രീക്ക് വേർഡായിട്ടുള്ള പെഡഗോജി എന്നാണ് ചില സ്ഥലത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് എഡ്യൂക്കേഷന് പകരം. അപ്പം ഗ്രീക്ക് വേർഡാണ് പെഡഗോജി. ഓക്കെ, മനസ്സിലായോ? ഇതാണ് എറ്റിമോളജിക്കൽ. ഇനി എറ്റിമോളജിക്കൽ മീനിങ് ഓഫ് എഡ്യൂക്കേഷനിൽ വരുന്ന ആ ഒരു കാര്യം ഒന്ന് സമ്മപ്പ് ചെയ്തതാണ്, ബോക്സിലേക്ക് ആക്കിയതാണ്. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്തതേ ഉള്ളൂ കേട്ടോ. ഒരു ബോക്സ് ഒക്കെ ആക്കിയാൽ ഇതുപോലെ പഠിച്ചു കഴിഞ്ഞാൽ സുഖമാണ് നിങ്ങൾക്ക്. ആ വേർഡ്സ് ഒക്കെ കണ്ടില്ലേ, എഡ്യൂക്കെയർ, എഡ്യൂക്കേറ്റം, എഡ്യൂക്കേറ്റേഴ്സ്, എഡ്യൂക്കേഷ്യോ, ഈ സാധനമൊക്കെ ചെറിയൊരു ബോക്സിലാക്കി പഠിച്ച് നല്ല കളേഴ്സൊക്കെ കൊടുത്തു കഴിഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അത് മനസ്സിലേക്ക് കിട്ടും കേട്ടോ. 3 പോയിൻറ്റ്സും കൂടെ നോക്കുക. എഡ്യൂക്കേഷൻ ഈസ് എ പ്രോസസ് ഓഫ് ഡ്രോയിങ് ഔട്ട് ദ ഇന്നേറ്റ് പാസ്. Education is a process of development of individuality. Education is a process of producing change in the group. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് ആണ് എഡ്യൂക്കേഷൻ ഇസ് എ പ്രോസസ് ഓഫ് ഡ്രോയിങ് ഔട്ട് ദ ഇന്നേറ്റ് പവേഴ്സ്. നമ്മുടെ ഇന്നേറ്റ് പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന അക്വയർ ചെയ്യാതെ, അത് നേടിയെടുക്കാതെ തന്നെ ജനിക്കുമ്പോൾ തന്നെ കിട്ടുന്ന കുറച്ച് പവർ ഉണ്ട്. അതന്നെ പുറത്തേക്ക് കൊണ്ടുവരുന്നതിനെയാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതാണ് ആ ടൈറ്റിൽ സജസ്റ്റ് ചെയ്യുന്നത്. So, according to Socrates, education means the bringing out of the ideas of universal validity which are latent in the mind of every man. ഓരോ മനുഷ്യൻ്റെ അകത്തും ഉള്ള ഒരു യൂണിവേഴ്സൽ വാലിഡിറ്റീനെ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലൊക്കെ എല്ലാ മനുഷ്യൻ്റെയും അകത്തുള്ള എന്തൊരു സംഭവത്തിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നതിനെയാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അതായത് ആളെ സംബന്ധിച്ചിടത്തോളം എഡ്യൂക്കേഷൻ ഇൻസൈഡ് ഒരു പേഴ്സൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നാണ് പറയുന്നത്. എഡ്യൂക്കേഷൻ ഇസ് എ പ്രോസസ് ബൈ വിച്ച് എ ചൈൽഡ് മേക്സ് ഇറ്റ്സ് ഇൻറ്റേർണൽ എക്സ്റ്റേർണൽ ആണ് കേട്ടോ. ഇൻറ്റേർണൽ എക്സ്റ്റേർണൽ ഇത് പറയുന്നത് ഫ്രോബലാണ്. അപ്പോൾ ഒരു കുട്ടിയുടെ ഇൻറ്റേർണൽ എക്സ്റ്റേർണലിനെയാണ്, ആ ഒരു പ്രോസസ്സിനെയാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതെന്നാണ് അടുത്ത ആൾ പറയുന്നത്. ഇനി സ്വാമി വിവേകാനന്ദ പറയുന്നത് എന്താണ്? എഡ്യൂക്കേഷൻ ഇസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് പെർഫെക്ഷൻ ഓൾറെഡി എക്സിസ്റ്റിംഗ് ഇൻ മാൻ. എല്ലാം ഒരു മീനിങ് തന്നെയാണ്. ലൈക്ക് ഫയർ ഇൻ ദ പീസ് ഓഫ് ഫ്ലിൻറ്റ്, നോളജ് എക്സിസ്റ്റ് ഇൻ ദ മൈൻഡ്. തീയിൽ എന്താണ്, ഒരു പീസ് ഓഫ് ഫ്ലിൻറ്റിനകത്ത് ഫയർ ഉണ്ട് എന്ന് പറയുന്ന പോലെ, ഫ്ലിൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് റോക്ക്, നമ്മളത് ഉരച്ചിട്ടാണല്ലോ തീ കിട്ടുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഒരു തീ കിട്ടുന്നത് പോലെ ഒരു മനുഷ്യൻ്റെ മനസ്സിൽ തന്നെ, മൈൻഡിൽ തന്നെ എന്തുണ്ട്, നോളജ് ഉണ്ടെന്നാണ് പറയുന്നത്. സജഷൻ ഇസ് എ ഫ്രിക്ഷൻ വിച്ച് ബ്രിങ്സ് ഇറ്റ് ഔട്ട്. ആ ഒരു അതിനെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു ഫ്രിക്ഷനാണ് സജഷൻ എന്ന് മാത്രം. ഇത് പറഞ്ഞിരിക്കുന്നത് സ്വാമി വിവേകാനന്ദയാണ്. അപ്പോൾ അതുപോലെയുള്ള കുറച്ച് എന്താ പറയുക, കോഡ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതായത് നിങ്ങൾ ഇൻ ഡീറ്റെയിൽ ഒന്ന് പഠിക്കണമെന്നില്ല, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. രണ്ടാമത്തെ ഹെഡിങ് എന്താ സജസ്റ്റ് ചെയ്യുന്നത് പറയാം. എഡ്യൂക്കേഷൻ ഇസ് എ പ്രോസസ് ഓഫ് ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻഡിവിജ്വാലിറ്റി. ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വം അല്ലെങ്കിൽ ഇൻഡിവിജ്വാലിറ്റി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, ഒരു വ്യക്തി എന്നുള്ള ഒരു സംഭവം, ആ ഇൻഡിവിജ്വാലിറ്റീൻ്റെ ഡെവലപ്മെൻറ്റിനെയാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അതിലും 3 കോട്ടുകൾ പറയുന്നുണ്ട്. എഡ്യൂക്കേഷൻ ഇസ് എ പ്രോസസ് ഓഫ് പ്രൊഡ്യൂസിങ് ചേഞ്ച് ഇൻ ദ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പിൽ വരുത്തുന്ന ചേഞ്ച് ആണ് എഡ്യൂക്കേഷൻ എന്നും പറയുന്നുണ്ട്. നമുക്കറിയാം ഗാന്ധി പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഇതിനകത്തുണ്ട്, ജെ ആഡംസ് പറയുന്നതുണ്ട്. അപ്പോൾ ഇതൊന്ന് വായിച്ചു നോക്കുക കേട്ടോ. അടുത്തതാണ് നേച്ചർ ഓഫ് എഡ്യൂക്കേഷൻ. നേച്ചർ ഓഫ് എഡ്യൂക്കേഷൻ എന്താണ് പറയുന്നത്? എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു ലൈഫ് ലോങ് പ്രോസസ്സാണ്. കാരണം മനുഷ്യൻ്റെ ഓരോ സ്റ്റേജ് ഓഫ് ലൈഫിലും എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റാണ്. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ്സാണ്. ഇതെന്താണ് ട്രാൻസാക്ട് ചെയ്യുന്നത്? സിസ്റ്റമാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷനിലൂടെയും റെഗുലേഷനിലൂടെയും ആക്ടിവിറ്റീസിനെ ട്രാൻസാക്ട് ചെയ്യുകയാണ് എഡ്യൂക്കേഷൻ ചെയ്യുന്നത്. അതുപോലെ എഡ്യൂക്കേഷൻ ഇസ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് സൊസൈറ്റി. ഒരു ഇൻഡിവിജ്വലിൻ്റെയും സൊസൈറ്റീൻ്റെയും ഡെവലപ്മെൻറ്റ് ആണ് എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊരു ഫോഴ്സ് ഫോർ സോഷ്യൽ ഡെവലപ്മെൻറ്റ് ആണ്, വിച്ച് ബ്രിങ്സ് ഇംപ്രൂവ്മെൻറ്റ് ഇൻ എവറി ആസ്പെക്ട് ഓഫ് ദ സൊസൈറ്റി. അപ്പോൾ ഒരു എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞൊരു എലമെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് സൊസൈറ്റീൻ്റെ എല്ലാ ആസ്പെക്റ്റിലും ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ.
ഒരു മനുഷ്യൻ്റെ ഹ്യൂമൻ ബിഹേവിയറിൻ്റെ മോഡിഫിക്കേഷനാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് മോഡിഫൈഡ് ആൻഡ് ഇംപ്രൂവ്ഡ് ത്രൂ എഡ്യൂക്കേഷൻ പ്രോസസ്സ്. അപ്പോൾ ഒരാളുടെ ഒരു സ്വഭാവം രൂപീകരണത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളതാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. എഡ്യൂക്കേഷൻ എന്താണ് ചെയ്യുന്നത്? ഇസ് എ ട്രെയിനിങ് ഹ്യൂമൻ സെൻസസ് മൈൻഡ് ബിഹേവിയർ ആക്ടിവിറ്റീസ് സ്കിൽസ് ട്രെയിൻഡ് കൺസ്ട്രക്റ്റീവ് ആൻഡ് സോഷ്യലി ഡിസൈറബിൾ വേ. അപ്പോൾ കൺസ്ട്രക്റ്റീവും സോഷ്യലി ഡിസൈറബിൾ ആയിട്ടുള്ള വേയിലൂടെ ഒരാളുടെ മൈൻഡ് ബിഹേവിയർ ആക്ടിവിറ്റീസ് സ്കിൽസ് ഇതൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നതാണ് എഡ്യൂക്കേഷൻ ചെയ്യുന്നത്. അപ്പോൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇൻസ്ട്രക്ഷനും ഡിറക്ഷനും ആണെന്നാണ് പറയുന്നത്. ഇവിടെ നോക്കിക്കേ, ഫോളോയിങ് നേച്ചേഴ്സ് ഓഫ് എഡ്യൂക്കേഷൻ എമേർജ് ഫ്രം ദ വേരിയസ് ആസ്പെക്ട്സ്. എഡ്യൂക്കേഷൻ ഒരു ബൈപോളാർ പ്രോസസ് ആണെന്നാണ് പറയുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ജോൺ ആഡംസ്. ഹി സ്റ്റേറ്റഡ് ദാറ്റ് എഡ്യൂക്കേഷൻ ഇസ് എ ബൈപോളാർ പ്രോസസ് ഇൻ വിച്ച് വൺ പേഴ്സണാലിറ്റി ആക്ട്സ് അബൌട്ട് അനദർ ഇൻ ഓർഡർ ടു മോഡിഫൈ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദി അതർ. അപ്പോൾ ഇറ്റ് ഇൻക്ലൂഡ്സ് ടു ഫണ്ടമെൻ്റൽ പ്രോസസ് നോൺ ആസ് ടീച്ചർ ആൻഡ് പ്യൂപ്പിൾ ആൻഡ് ദെയർ ഇൻറ്ററാക്ഷൻ ഈസ് എഡ്യൂക്കേഷൻ. അപ്പോൾ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് ഒരു ബൈപോളാർ പ്രോസസ്സ് പോലെ ഒരു പേഴ്സണാലിറ്റി മറ്റൊരു പേഴ്സണാലിറ്റീൻ്റെ മുകളിൽ ആക്ട് ചെയ്തിട്ട് മറ്റൊന്നിനെ ഡെവലപ്പ് ചെയ്യുന്നതിനെയാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ടീച്ചർ എഡ്യൂക്കേഷനാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ടീച്ചർ നൽകുന്ന സാധനങ്ങളാണ് എഡ്യൂക്കേഷൻ. അപ്പോൾ രണ്ട് ഭാഗത്തും ആരോ കാണാം റിവേഴ്സിബിൾ ആണെന്നുള്ളതാണ് അർത്ഥം. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേപോലെയാണെന്ന് അർത്ഥം. ഇനി ഒരു ട്രൈപോളാർ പ്രോസസ്സ് എന്ന് പറയാം. ബൈപോളാർ എന്ന് പറഞ്ഞാൽ അറിയാലോ, രണ്ട് വേയിൽ, ഓക്കെ, ടു സൈഡഡ് എന്നൊക്കെ പറയാം. ട്രൈപോളാർ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു ട്രയാങ്കിൾ കാണാം അല്ലേ. ഇത് ജോൺ ഡ്യൂയി opined that education is a tripolar process. It involves interaction between the pupil, അതായത് എഡ്യൂക്കേഷൻ പഠിക്കുന്ന കുട്ടി, the teacher, educator, and the social environment, അതായത് social forces. The teacher tries to develop the personality of the pupil in the light of the needs of the society. അപ്പോൾ ടീച്ചർ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് കുട്ടീനെ പഠിപ്പിച്ചെടുക്കുന്ന ഈ ഒരു പ്രോസസ്സിനെയും എഡ്യൂക്കേഷൻ എന്ന് പറയുന്നുണ്ട്. ഇതൊരു ട്രൈപോളാർ പ്രോസസ്സാണെന്ന് പറയുന്നത്. ഇനി നോക്കിക്കേ, മൾട്ടി പോളാർ എന്ന്, പേർപ്പസ്ഫുൾ എന്ന് പറയുന്നുണ്ട്, കണ്ടിന്യൂസ് എന്ന് പറയുന്നുണ്ട്, അങ്ങനെ സോ ഒരുപാട് രീതിയിലുള്ള പ്രോസസ്സാണെന്ന് ഇതിൽ പറയുന്നുണ്ട്. ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് അതിൽ പറയാനുള്ളത്. ഇനി നമുക്കിവിടെ നോക്കാനുള്ളത് നേച്ചർ ഓഫ് എഡ്യൂക്കേഷൻ ആസ് എ ഡിസിപ്ലിൻ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക. ഇവിടെ പറയുന്നത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു സോഷ്യൽ പ്രോസസ്സാണ്. 3 മേജർ പാർട്സ് ആണ് അതിനുള്ളത്. ഏതൊക്കെയാണ്? ലേണർ, ടീച്ചർ ആൻഡ് മെറ്റീരിയൽ ഓർ ആക്ടിവിറ്റി ഓഫ് ലേണിംഗ് ആൻഡ് ടീച്ചിങ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഈ ആക്ടിവിറ്റീനെയാണ്, ഇങ്ങനെ 3 കാര്യങ്ങളാണ് ഒരു എഡ്യൂക്കേഷന് ഉള്ളത്. അതിൻ്റെ 3 പാർട്സ് എന്ന് പറയുന്നത്. അതിൽ ടീച്ചർ എന്ന് പറയുന്നത് ഇൻ പേഴ്സൺ ആവാം, അല്ലെങ്കിൽ ബിഹൈൻഡ് ദ സീൻസ് ആവാം. ഒരു വൈഡർ സെൻസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഡ്യൂക്കേഷൻ പ്രോസസ് കീപ്സ് ഹാപ്പനിങ് ഇൻ സൊസൈറ്റി, ബട്ട് ഇൻ നാരോ സെൻസ് ഇറ്റ് റൺസ് ഓൺലി ഇൻ സ്കൂൾസ്. ഒരു രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സൊസൈറ്റിയിൽ ഹാപ്പനിങ്സിൻ്റെ പ്രോസസ്സിന് എഡ്യൂക്കേഷൻ എന്ന് പറയാം. പക്ഷേ ഒരു നാരോ സെൻസിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സ്കൂളിൽ ഒരു ഇൻസൈഡ് സ്കൂളിൽ നടക്കുന്ന ഒരു പ്രോസസ്സിനെയും എഡ്യൂക്കേഷൻ എന്ന് പറയാം. അപ്പോൾ നമുക്കതിനെ തൽക്കാലം വൈഡർ സെൻസിലെടുക്കാം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മനുഷ്യൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ജീവിതത്തിലുള്ള ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണത് നമുക്ക് തൽക്കാലം എടുക്കാം. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു പേർപ്പസീവ് പ്രോസസ്സ് ഉണ്ട്. ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ് ആർ ഡിഫൈൻഡ് ബൈ സൊസൈറ്റി ആൻഡ് ആർ ഡെവലപ്മെൻറ്റ് ഓറിയൻറ്റഡ് ആണ് ഒരു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഡെവലപ്മെൻറ്റ്. നമുക്കറിയാം അത് സ്റ്റാറ്റിക് അല്ലാതെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇറ്റ് ഈസ് എ മാറ്റർ ടു ചേഞ്ച്. ഒരു വൈഡർ സെൻസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു ബൗണ്ടറിൻ്റെ ഇൻസൈഡിൽ കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷേ നാരോ സെൻസിൽ നോക്കുകയാണെങ്കിൽ ഓഫ് കോഴ്സ് ഇറ്റ് വിൽ ബി ഡിഫൈൻഡ് ഇൻ അല്ലെങ്കിൽ കൺഫൈൻഡ് ഇൻ എ ബൗണ്ടറി. ഒരു സിലബസ് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അത് ഓറിയൻറ്റഡ് ആയിട്ട് വേണം നോക്കാൻ വേണ്ടിയിട്ട്. വൈഡർ സെൻസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെത്തേഡ് ഓഫ് എഡ്യൂക്കേഷൻ ഇസ് വെരി വൈഡ്, ബട്ട് നാരോ സെൻസ് ഇറ്റ് ഇസ് റെഗുലേറ്റഡ്. നമ്മൾ നേരത്തെ പറഞ്ഞ ബൗണ്ടറിൻ്റെ കാര്യം തന്നെയാണ്. നേച്ചർ ഓഫ് എഡ്യൂക്കേഷൻ ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ് റിലീജിയസ് ഫിലോസഫി, കോമ്പസിഷൻ ഓഫ് ഇറ്റ്സ് കൾച്ചർ, ഗവേണൻസ്, ഇക്കോണമി ആൻഡ് സയൻറ്റിഫിക് ഡെവലപ്മെൻറ്റ്. ഇതാണ് നേച്ചറിൽ നമുക്ക് പറയാനുള്ളത്. അടുത്ത ഭാഗമാണ് എന്ത്? ലെവൽസ് ഓഫ് എഡ്യൂക്കേഷൻ. ഓക്കെ, അപ്പോൾ ഫോർ ദ പ്രോഗ്രസ് ഓഫ് ദ കൺട്രി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ എനി കൺട്രി എഡ്യൂക്കേഷൻ ഷേപ്സ് ദ ക്യാരക്ടർ ആൻഡ് ഡെവലപ്സ് ദ ഇൻ്റലിജൻസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ഒരു ഏത് കൺട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിലും എഡ്യൂക്കേഷനാണ് ആ ഇൻഡിവിജ്വലിൻ്റെ ഇൻ്റലിജൻസിനെ ഡെവലപ്പ് ചെയ്യിപ്പിക്കുന്നത്. ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഫോർമൽ എഡ്യൂക്കേഷൻ ഈസ് ഗിവൺ ടു ദ ഇൻഡിവിജ്വൽസ് ത്രൂ പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ, പ്രൈമറി, സെക്കൻഡറി, സീനിയർ സെക്കൻഡറി, ഹയർ എഡ്യൂക്കേഷൻ, പ്രൊഫഷണൽ, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ, ഓപ്ഷണൽ. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. നോക്കിക്കുക ലെവൽസ് ഓഫ് എഡ്യൂക്കേഷൻ. ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ട് പോവാണ്. തൽക്കാലം നമുക്ക് ഇപ്പോൾ ഉള്ള കറൻറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന രീതിയിൽ പഠിക്കാം. നോക്കിക്കേ, പ്രീ പ്രൈമറി ഉണ്ട്, അത് കഴിഞ്ഞ് പ്രൈമറി, സെക്കൻഡറി, സീനിയർ സെക്കൻഡറി, ഹയർ എഡ്യൂക്കേഷൻ, പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ, ഓപ്ഷണൽ എഡ്യൂക്കേഷൻ. ഇത് പ്രീ പ്രൈമറിയും
സെക്കൻഡറി ഒക്കെ എന്താണ് കുറച്ചും കൂടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. പിന്നീട് പോയി വരുന്ന സമയത്ത് അത് മാൻഡേറ്ററി ആയിട്ടുള്ള ആളുകൾക്ക്, ആ ഫീൽഡിലോട്ട് പോകാൻ താല്പര്യമുള്ള ആൾക്കാരാണ് പിന്നീട് പ്രൊഫഷണലും ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷനിലേക്കൊക്കെ ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ലെവൽസ് ഓഫ് എഡ്യൂക്കേഷനിൽ പറയാൻ. ഇനി നമുക്ക് നെക്സ്റ്റ് ആയിട്ട് നോക്കാനുള്ളത് 8th ആണ്. എയിംസ് ആൻഡ് പർപ്പസസ് ഓഫ് എഡ്യൂക്കേഷൻ ഡ്രോൺ ഫ്രം കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ ആണ്. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, 4 ഭാഗങ്ങളാണ് വരുന്നത്. ഒന്നാമത്തേത് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസിൻ്റെ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. ജസ്റ്റ് ഒന്ന് നോക്കാം. ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുന്നത് 1947 August 15 അപ്പോൾ ആ സമയത്ത് നല്ല രീതിയിലുള്ളൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ രൂപീകരിക്കുക എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി സെറ്റപ്പ് ചെയ്തു ഗവൺമെൻറ്, രാജ്യത്തിന് വേണ്ടിയിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഈ കമ്മിറ്റിയുടെ ഹെഡായിട്ട് ഇലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. And Dr. B.R. Ambedkar was elected as the chairman of drafting committee. Drafting committeeയുടെ ചെയർമാൻ ആയത് അംബേദ്കറും ആയിരുന്നു. ഈ കമ്മിറ്റി drafted the Constitution of India after the hard work of 2 years, 11 months and 18 days. 2 വർഷം 11 മാസം 18 ദിവസം എടുത്തിട്ടാണ് ഈ കമ്മിറ്റി എന്ത് ചെയ്തിട്ടുള്ളത്, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ് നമ്മൾ ഇന്ന് കാണുന്ന ഒരുപാട് അമെൻമെൻറ്റ് വന്നിട്ടുണ്ട്, ബട്ട് സ്റ്റിൽ ആ ഒരു രൂപത്തിലേക്ക് അതിനെ എത്തിച്ചിട്ടുള്ളത്. ദിസ് കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് റെഗുലേറ്റഡ് ഇൻ ദ കൺട്രി ഓൺ January 26, 1950. അപ്പോൾ 1950 January 26 ഇത് റെഗുലേറ്റ് ചെയ്തിട്ടുള്ളത്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ കൺട്രി ഇസ് എ ബേസിക് ഡോക്യുമെൻറ്റ് വിച്ച് മേ ബി regarded as a source of legislation. അപ്പോൾ ഈ സോഴ്സ് ഓഫ് ലെജിസ്ലേഷൻ എന്ന് പറയുന്ന ഒരു ബേസിക് ഡോക്യുമെൻ്റ് ആണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മളിവിടെ എന്തിനാണ് കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റിയിട്ട് പറഞ്ഞത്? ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എഡ്യൂക്കേഷന് വലിയൊരു പങ്കുണ്ട്. അതായത് നമ്മുടെ സോഷ്യോ എക്കണോമിക് കൾച്ചറൽ പൊളിറ്റിക്കൽ നീഡ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എഡ്യൂക്കേഷൻ, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് എഡ്യൂക്കേഷനെ കൊണ്ടുവരുന്നത്. സോ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ഇതിൽ വരുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിൽ. ഓക്കെ, അപ്പോൾ ആർട്ടിക്കിൾ 45 പറയുന്നത് റൈറ്റ് ഓഫ് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ. ആർട്ടിക്കിൾ 21A പറയുന്നത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ. പിന്നീട് നിങ്ങൾ വായിച്ച് നോക്കുക, ആർട്ടിക്കിൾ നമ്പർ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് പ്രൊവിഷൻസ് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. എഡ്യൂക്കേഷൻ ഫോർ വിമൻ, പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ ഓൺ എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് SC, ST ആൻഡ് അതർ വീക്കർ സെഷൻസ്, religious education, education of minorities, protection of interest of minorities, right of minorities to establish and administer educational institution, instruction in mother tongue at the primary stage, promotion of Hindi, education in union territories, fundamental duty to provide the opportunity for education. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, അപ്പോൾ ഏകദേശം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 11ഓളം പ്രൊവിഷൻസും അതിൻ്റെ ആർട്ടിക്കിളുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഇതെല്ലാം കാണാപ്പാഠം പഠിക്കുന്നത് നിങ്ങൾക്ക് ഇമ്പോസിബിൾ ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, ഒന്ന് കണക്ട് ചെയ്യുക. ഏകദേശം ഒരേപോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കണക്ട് ചെയ്തിട്ട് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എപ്പോഴും ഒരു ഡിഫറെൻറ്റ് കളേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് സർക്കിൾ ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പം അറ്റ്ലീസ്റ്റ് നിങ്ങൾ എക്സാം എഴുതുന്ന സമയത്ത് ഇന്ന ഭാഗത്തുള്ള കാര്യങ്ങളെങ്കിലും നിങ്ങൾക്ക് മനസ്സിലേക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഇത് നോക്കുക, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മേജർ ആയിട്ടുള്ള കുറച്ച് പ്രൊവിഷൻസ് ആണ് ഇവിടെ പറയുന്നത്. There are some changes regarding the 42nd amendment to the Constitution. 42ാമത്തെ അമെൻമെൻറ്റിൽ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. In 1976 ആ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് amended in many of its fundamental provisions. ഒരുപാട് മാറ്റങ്ങൾ 1976 അമെൻമെൻറ്റിൽ വന്നിട്ടുണ്ട്. Under the Constitution of India, the central government has been specifically invested with several educational responsibilities. കാരണം എഡ്യൂക്കേഷണൽ റെസ്പോൺസിബിലിറ്റീസും കൂടുതലായിട്ട് ഈ ഒരു അമെൻമെൻറ്റും ഭാഗമായിട്ട് സെൻട്രൽ ഗവൺമെൻറ് വരുത്തിയിട്ടുണ്ട്. ബിലോ ആർ ഗിവൺ ദ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ ഓൺ എഡ്യൂക്കേഷൻ. അപ്പോൾ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ, റൈറ്റ് ടു എഡ്യൂക്കേഷൻ, വിമൻസ് എഡ്യൂക്കേഷൻ, നേരത്തെ പറഞ്ഞിട്ടുള്ള 11 കാര്യങ്ങളും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഒന്നും കൂടെ ലിസ്റ്റ് ഔട്ട് ചെയ്തു, അത്രേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നുമല്ല, ഒന്നും കൂടെ ലിസ്റ്റ് ഔട്ട് ചെയ്തതാണ്. ഇനി എഡ്യൂക്കേഷൻ്റെ എയിംസ് ആണ് ഇവിടെ പറയുന്നത്. ട്രെയിനിങ് ദ സിറ്റിസൺസ്, ഇൻക്ലൂഷൻ ഓഫ് സോഷ്യൽ ആൻഡ് മോറൽ വാല്യൂസിൻ്റെ സ്പെല്ലിംഗ് തെറ്റാണെന്നൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ആൻഡ് അച്ചീവിങ് ദ ലിബർട്ടി ഓഫ് തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ് ടു ഓൾ സിറ്റിസൺ. നമുക്ക് അറിയുന്ന ബേസിക് റീസൺസ് തന്നെയാണ് എയിംസ് ആയിട്ട് വരുന്നത്. എന്താണ്, സിറ്റിസൺസിനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ മോറലും സോഷ്യൽ വാല്യൂവും വേണ്ടിയിട്ട്, അതുപോലെ നമ്മുടെ തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത്, ഈ കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു സോഷ്യൽ ലൈഫ് ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, പേഴ്സണാലിറ്റി, ഇൻ്റലക്റ്റ്, ഫിസിക്കും ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതിനൊക്കെ എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ
നന്മയ്ക്കായിട്ട് എന്തെങ്കിലും ചെയ്യാനും എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ച് ഒബ്ജക്റ്റീവ്സും പേർപ്പസസും ഇതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. എയിമിനെ പോലെ തന്നെ നമുക്കറിയുന്ന നേരത്തെ പറഞ്ഞിട്ടുള്ള ആവശ്യങ്ങൾ തന്നെയാണ്. സോഷ്യൽ, പൊളിറ്റിക്കൽ, ഇക്കണോമിക് ബെനിഫിറ്റ്സ് തന്നെയാണ് അൾട്ടിമേറ്റ്ലി പറയുന്നത്. അതിനൊന്നും കൂടെ വിശദീകരിച്ചു എന്നുള്ളത് മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്.